19ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഓർക്കാപ്പുറത്ത് കമ്പനിയിലേക്കുള്ള മർജാന്റെ വരവ് കണ്ട് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ആദേശിനെ കാണിക്കുന്നു. ഞങ്ങൾക്കൊന്ന് സംസാരിക്കണം. എന്തേ, പ്രൊജക്ടിന്റെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനാണോ? നസീർ, നീ പുറത്തേക്ക് നിൽക്കേ. വെറുതെ നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. നീ എന്തുദ്ദേശിച്ച് അവൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പോന്നെ? എന്തേ, അവന് വേണ്ടി വർക്ക് ചെയ്യായിരുന്നു വല്ല നിയമമുണ്ടോ? ഉണ്ടെങ്കിൽ നീ എന്നെ കുറച്ചു മുന്നേ ഫയർ ചെയ്യപ്പോൾ മുതൽ ഞാൻ ഇവിടുത്തെ എംപ്ലോയി അല്ല. അതുകൊണ്ട് ആ പറഞ്ഞ നിയമവും കെട്ടിപ്പിടിച്ച് നീ ഇവിടെ ഇരുന്നു. എന്തു പറ്റി? ഇപ്പൊ കുറ്റബോധം തോന്നുന്നുണ്ടോ? നീ എന്റെ വൈഫാണ്, മറക്കണ്ട. 187 ദിവസത്തേക്കല്ലേ. നിനക്ക് നെസറുമായിട്ടുള്ള പ്രോബ്ലത്തിന് എന്റെ പ്രൊഫഷൻ വെറുതെ വിട്ടുകളയാൻ എനിക്ക് സൗകര്യമില്ല. ഇത് കേട്ട് അവൻ ഒരുപാട് ദേഷ്യപ്പെടുകയാണ്. നിനക്ക് തോന്നുന്നുണ്ടോ നീ അവന്റെ കൂടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ വെറുതെ ഇരിക്കുന്നു? അങ്ങനെ നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല. ഈ കാര്യങ്ങളൊക്കെ ജമാൽ മാത്രം കുറച്ച് വൈകിയാണ് അറിയുന്നത്. നടന്ന കാര്യത്തിൽ ഫ്രസ്ട്രേറ്റഡായി അസ്ലികയെ സ്വയം മുറിവേൽപ്പിക്കുന്നത് അവൻ ശ്രദ്ധിക്കുന്നു. ഈ സമയം മർജാൻ അവളുടെ പോയിന്റ് വളരെ സ്പഷ്ടവും വടിവത്തവുമായി ആദേശിനെ പറഞ്ഞു കേൾപ്പിച്ചു. ആ പ്രൊജക്റ്റ് അവൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണെന്നും അതോർത്ത് മാത്രമാണ് നെസറിന്റെ കൂടെ വർക്ക് ചെയ്യുന്നതെന്നും നീ നേരെ തെക്കോട്ട് നോക്കിയിരുന്നോ, ഞാൻ നാളെ പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്യും എന്നും പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോയി. അടുത്ത സീനിൽ കയ്യിൽ കിട്ടിയ കമ്മലിന്റെ കുറ്റവിചാരണ നടക്കുകയാണ്. അവനെങ്ങാനും അത് സമ്മതിച്ച നേരെ കടലിൽ തള്ളിയിട്ട് ശിക്ഷ നടത്താനാണ് പരിപാടി എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ ഞാൻ ചുമ്മാ പറഞ്ഞാണ് ഗൈസ്. മാലിക്ക് 4 ഓട്ടോഗ്രാഫ് ഡയലോഗ് അടിച്ചപ്പോൾ ചീച്ചക്ക് നേരെ മൂക്കും കുത്തി വീണു. അടുത്ത സീനിൽ മർജാൻ വെറുതെ മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോൾ മാലിക്ക് നിന്ന് കാറ് കഴുകുന്നു. ഏതായാലും അവൻ നമ്മളെ കമ്പനിയിൽ നിന്ന് ഫയർ ചെയ്തു എന്നാ അവനിട്ടൊരു കൊട്ടായിക്കോട്ടെ എന്ന് കരുതി മർജാൻ നേരെ മാലിക്കിന്റെ കയ്യിൽ നിന്ന് ബ്രഷ് പിടിച്ച് വാങ്ങി കാറ് കഴുകാൻ തുടങ്ങി. ആദേശിനുള്ള എല്ലാ ദേഷ്യവും മർജാൻ ആ പാവം കാറിൽ തന്നെ തീർക്കുന്നുണ്ട്. ഒരിക്കൽ കണ്ടിട്ട് അത് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ വെളുപ്പിച്ചെടുക്കും. ആദേശ് വരുന്ന വരവിൽ കൃത്യമായി കാണുന്നതും ഈ കാഴ്ച തന്നെയാണ്. നീ എന്തേ കാണിക്കുന്നേ? മനസ്സിലായില്ലേ? ഇത് കാറ്, ഇത് ബ്രഷ്, ഇത് ബക്കറ്റ്. നീ എന്നെ കമ്പനിയിൽ നിന്ന് ഫയർ ചെയ്തില്ലേ, അതുകൊണ്ട് ഇവിടുത്തെ കുറച്ച് എക്സ്ട്രാ വർക്ക് ഞാനും ഏറ്റെടുത്തു. 1 പ്രാവശ്യം തെറിപ്പിച്ചു, 2 പ്രാവശ്യം തെറിപ്പിച്ചു. 3ാമത്തെ പ്രാവശ്യം തെറിപ്പിക്കുന്നതിന് മുന്നേ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് അവൻ ആ ബ്രഷ് ചോദിച്ചു. ചോദിക്കേണ്ട താമസം മർജാൻ ആ ബ്രഷ് കൊടുക്കുകയും ചെയ്തു. അടുത്ത സെക്കൻഡിൽ അവൻ അവളെ സോപ്പ് വെള്ളത്തിൽ മുക്കിയെടുത്തു. അങ്ങനെ അങ്ങ് തോറ്റു കൊടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് അവൾ അടുത്ത ആയുധമായി തൊട്ടപ്പുറത്ത് കിടന്ന റോസ് എടുത്തു. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിൽ മർജാൻ ഒരു ഊരും പേരും ഇല്ലാത്തൊരു ബൊക്കെ വരികയാണ്. സെഹ്റ ഇത് ആദ്യം അറിയിക്കുന്നതും അസ്ലിയെ തന്നെ. ബൊക്കെ അവിടെ ഇരിക്കുന്ന കണ്ട് ആദ്യം അവൻ മൈൻഡ് ചെയ്യാതെ നടന്നെങ്കിലും ഒരു കൗതുകത്തിന്റെ പുറത്ത് അവൻ അതെടുത്ത് നോക്കി. പക്ഷെ അപ്പോൾ അതിലൊരു നോട്ടുണ്ടായിരുന്നു. അത് കണ്ട് അവന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നിന്റെ കൂടെ ഞാൻ എന്നും ഉണ്ടാവും, ഐ ലവ് യു നസീർ എന്നായിരുന്നു ആ നോട്ടിനകത്ത്. കറക്റ്റ് ടൈമിൽ തന്നെയാണ് മർജാൻ അങ്ങോട്ടേക്ക് വരുന്നത്. അവന്റെ നിൽപ്പ് കണ്ട് അത്ര പന്തിയല്ല എന്ന് മനസ്സിലാക്കി പതിയെ അവൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അലറിക്കൊണ്ടവൻ ആ ബൊക്കെ എടുത്തെറിഞ്ഞു. ഇത് കണ്ട് അന്തം വിട്ട് ഒന്നും മനസ്സിലാകാതെ മർജാൻ എന്താ കാര്യമെന്ന് അന്വേഷിച്ചു. എന്താ കാര്യം നിനക്ക് അറിയില്ല അല്ലേ? എന്താണ് നിന്റെ പ്രശ്നം? ഈ ബൊക്കയെ കുറിച്ച് ഒന്നും നിനക്കറിയില്ല, ഇത് ആരയച്ചാന്ന് നിനക്കറിയില്ല. ഞാൻ എങ്ങനെ അറിയാനാ? ഇത് ജസ്റ്റ് ഒരു ബൊക്കയല്ലേ, നീ എന്തിനാ അതിന് ഇത്രയും ദേഷ്യപ്പെടുന്നേ? ക്ഷമ കെട്ടവൻ ആ ലെറ്റർ അവളുടെ മുന്നിൽ വായിച്ചു കേൾപ്പിച്ചു. അവൻ എത്ര ധൈര്യമുണ്ട് ഇങ്ങനെ ഒരു ലെറ്റർ ഇങ്ങോട്ട് അയക്കാൻ? ഞാനറിയാതെ എന്താ നിങ്ങൾക്കിടയിൽ ബന്ധം? നിന്റെ കല്യാണം കഴിഞ്ഞതാണ്, മതി, നിർത്തിക്കോ നീ. ഇനി എന്റെ അഭിമാനത്തെ പറ്റി സംസാരിച്ചാലുണ്ടല്ലോ. ഞാൻ പറഞ്ഞതാണ് കുറ്റം. നിനക്ക് കണ്ടവരുമായിട്ട് ഫ്ലർട്ട് ചെയ്ത് നടക്കുന്നതിൽ കുഴപ്പമില്ല. ഇത് കേട്ട് നിയന്ത്രണം വിട്ട് അവൾ അവന്റെ മുഖത്തടിച്ചു. കിട്ടിയോ അതിനുള്ള മറുപടി? മാറി നിൽക്ക്, ഇവിടുന്ന് പോന്നീ. ഇത് കേട്ട് ദേഷ്യപ്പെട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അവൻ കുറച്ചു മുന്നേ പറഞ്ഞ കാര്യങ്ങളോർത്ത് അവളും പൊട്ടിക്കരയാണ്. എല്ലാം കഴിഞ്ഞ് ഇത് ശരിക്കും വായിച്ച ഡെമറ്റ് മർജാനെ വിളിച്ചു. കാര്യം എന്താണെന്ന് ആദ്യം മനസ്സിലായില്ലെങ്കിലും അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മർജാന്റെ സംസാരത്തിൽ നിന്ന് അവൾക്ക് മനസ്സിലായി. കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ നോട്ടിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ അങ്ങനെ ഒരു നോട്ടും അവൾ വെച്ചിട്ടില്ല എന്ന് പറയുന്നു. അമ്മ അവിടെ വീണ്ടും എന്തോ ഒരു വലിയ ഫൈറ്റ് നടന്നു തോന്നുന്നു. ആദേശ് സാറും ദേഷ്യപ്പെട്ട ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. മർജാൻ മാമന്റെ ശബ്ദം പോലും ഇല്ല. ഇവര് പിന്നെ വഴക്കിട്ടോ? ഇവർക്ക് വഴക്കിടാതെ 1 മിനിറ്റ് പോലും നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടില്ലേ,
വഴക്കുള്ളടത്തെ സ്നേഹമുള്ളൂന്ന്. എന്ത് സ്നേഹം, ഇവരെപ്പോഴും കണ്ടു നോക്കി അപ്പ അടിയാ. ആദ്യം ഇങ്ങനെ കുറെ ഫൈറ്റൊക്കെ ആയിരിക്കും, പിന്നെ അതൊക്കെ ശരിയാവും. ആരോടും ഒന്നും പറയാതെയാണ് ആദേശ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നത്. അവനെ വിളിച്ചിട്ട് ഫോണിലും കിട്ടാതെ ആകുമ്പോൾ അസ്ലീൻ ടെൻഷനാവുന്നു. ആദേശ് മർജാനെ വൈഫായി കാണുന്നതും അവളുമായിട്ട് വഴക്കുണ്ടാക്കുന്നതും ഒക്കെ അസ്ലി ഒരുപാട് വിഷമിപ്പിച്ചിരുന്നു. ഈ സമയം മാലിക് പറഞ്ഞ പോലെ തന്നെ ബറാത്ത് പൈസ കൊടുത്ത് അവന്റെ ആത്മാർത്ഥ സുഹൃത്ത് ഇപ്പൊ വിളിച്ചിട്ട് പോലും എടുക്കുന്നില്ല. അവന്റെ ചുറ്റിക്കളി കണ്ട് ബിന്നാസിന് എന്തോ ഒരു പന്തികേട് മണത്തു. ആദേശ് ഈ സമയം കടൽ തീരത്ത് തന്നെ ഉണ്ടായിരുന്നു. ഒരുപാട് രാത്രിയായിട്ടും അവൻ അവിടെ തന്നെ നിൽക്കുകയാണ്. മർജാനും നടന്ന കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഉറക്കം വന്നതേയില്ല. പിറ്റേ ദിവസം മർജാൻ ആ ഫ്ലവേഴ്സൊക്കെ റൂമിൽ ഇന്നലെ കൊണ്ടുവച്ചത് ആരാണെന്ന് ചീച്ചിക്കനോട് ചോദിക്കുമ്പോൾ അവൾ സെഹറയാണത് റൂമിൽ കൊണ്ടുവച്ചതെന്ന് പറയുന്നു. ആദിഷ് എവിടെ? എനിക്കെങ്ങനെ അറിയാനാ? ഇന്നലെ രാത്രി മുതൽ ഞാൻ അവനെ കണ്ടിട്ടില്ല. ഇന്നലെ അവൻ വന്നില്ലേ? ഇല്ല, വരാതിരുന്നാ മതിയായിരുന്നു. ഈ സമയം ആ കടൽ തീരത്ത് തന്നെ ഇരുന്ന് ആദിഷ് നേരം വെളുപ്പിച്ചു. നിന്നെ എത്ര വട്ടം വിളിച്ചു ഞാൻ? ഒന്നൊറ്റയ്ക്കിരിക്കണമെന്ന് തോന്നി. എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോയാലെന്താ? നീ ചത്തോ ജീവിച്ചിരിപ്പുണ്ടെന്നെങ്കിലും അറിയണ്ടേ? ഈ സമയം സാലിഹ് എന്ന് പറഞ്ഞ ബറാത്തിന്റെ ആത്മാർത്ഥ സുഹൃത്ത് അവനെ തേച്ചിട്ട് പോയ കാര്യം മാലിക്കിനോട് പറയാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുന്ന ബറാത്തിനെ കണ്ട് മാലിക് ആദ്യം ഒന്ന് ചൂടായെങ്കിലും പിന്നെ അവനെ എന്തൊക്കെയോ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. ഈ സമയം ബർജാൻ മറ്റേതോ ഒരു ലോകത്താണ്. നസീർ ഭയങ്കര കാര്യമായി അവരുടെ പ്രൊജക്ടിനെ കുറിച്ച് സംസാരിക്കുന്നതൊന്നും അവൾ കേൾക്കുന്നതേ ഇല്ല. നീ ഏത് ലോകത്താ? സോറി, നീ എന്തായിരുന്നു പറഞ്ഞേ? എന്താ, അവൻ വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? അങ്ങനെയൊന്നുമില്ല, അത് വിടെ. അപ്പോഴാണ് പെട്ടെന്ന് ഇടുത്തിയ പോലെ ആദിഷ് വന്ന് വണ്ടിക്ക് വട്ടം വെച്ച് അവളെ കാറിൽ നിന്ന് വലിച്ചെറുക്കുന്നത്. തടയാൻ വന്ന നെസറിനിട്ട് അവൻ കണക്കിന് കൊടുക്കുന്നുണ്ട്. നീ ആരാ എന്റെ ഭാര്യയ്ക്ക് പൂ കൊടുക്കാൻ? ഇവൻ പറയുന്നു ഒന്നും മനസ്സിലാകാതെ പാവപ്പെട്ട നസർ ഇതെല്ലാം നിന്ന് കൊള്ളുകയാണ്. മാറി നിൽക്കുക. നീ എന്തിനാ വീണ്ടും ഇവനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നേ? ഇവനല്ല, ഡെമറ്റ് അയച്ച ബൊക്കെയാണത്. ഇവനെ രക്ഷിക്കാൻ വേണ്ടി വെറുതെ കള്ളം പറയണ്ട. ഞാൻ പറഞ്ഞത് സത്യമാണ്. അപ്പോ ആ നോട്ടോ അതറിയണമെങ്കിൽ നിന്റെ അമ്മയോട് തന്നെ ചോദിക്കണം. നീ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ ഉദ്ദേശിച്ചത് നിനക്ക് മനസ്സിലായില്ലേ? അവരൊരിക്കലും അങ്ങനെ ചെയ്യില്ല. നീ അത് എന്നോട് തന്നെ പറയണം. അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയിക്കുന്ന പാട് എന്റെ കയ്യിൽ നിന്ന് ഇതുവരെ മാഞ്ഞിട്ടില്ല. വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. നീ ഇത് വിശ്വസിക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധവുമില്ല എന്ന് പറഞ്ഞവൾ നിലത്ത് വീണ് കിടക്കുന്ന നെസറിന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ആദേശ് അവളെ വിടുന്നില്ല. അവന്റെ ദേഷ്യം കണ്ട് പേടിച്ച് അവൾ അവസാനം കാറിക്കേറി. ദേ, ആ നെസറിന്റെ ചാപ്റ്റർ ഇതോടെ തീർന്നു. നിനക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തോന്നുന്ന വട്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നീ വെറുതെ സംസാരിച്ച് വേർക്കണ്ട. നിന്നെ ഇനി കാണാതിരുന്നെങ്കിൽ എന്റെ ദിവസം എത്ര നന്നായനെ. ആദേശ് അവിടെ നിന്ന് നേരെ ചെന്ന് നോട്ടിനെ പറ്റി മുസൈനത്തോട് ചോദിക്കുമ്പോൾ അവർ കൂടുതലും നാടകമൊന്നും കളിക്കാതെ അവർ തന്നെയാണ് അത് ചെയ്തതെന്ന് സമ്മതിക്കുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന്. ഇതിന് നമുക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം. നാളത്തെ പ്രൊജക്ട് ലോഞ്ചിന് വേണ്ടിയുള്ള ഒരുക്കത്തിന് വേണ്ടിയാണ് അവൾ രാവിലെ തന്നെ നെസറിന്റെ കൂടെ ഇറങ്ങിയത്. അവിടെ എത്തുന്നതിന് മുന്നേ ആദിഷ് അവളെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. ഇതിൽ ഫസ്ട്രേറ്റഡ് ആയവൾ മറ്റൊരു പ്ലാൻ മനസ്സിൽ കണ്ട് യസാറിനെ വിളിച്ചു. ഈ സമയം കമ്പനിയിൽ സാഹിദയും ബുറാഖും സംസാരിക്കുന്നതിനിടയിൽ വെറുപ്പിക്കാൻ വേണ്ടി യസാർ ഇടയ്ക്ക് കയറി. സാഹിദ അവനോട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാൻ പറയുമ്പോൾ അവൻ അവന്റെ ഫോണിൽ അവൾക്കൊരു ന്യൂസ് കാട്ടിക്കൊടുക്കുന്നു. ആ വീഡിയോ കണ്ട് കിളി പോയി നിൽക്കുകയാണ് സാഹിദ. അവൾ എന്നെ വെറുതെ പ്രൊവോക്ക് ചെയ്തത്. ദേഷ്യം വന്നപ്പോൾ എന്റെ വായി വന്നത് ഞാനും പറഞ്ഞു. അവസാനം സത്യം പുറത്തു വന്നപ്പോൾ ഞാനായി കുറ്റക്കാരൻ. നിനക്കറിയാമോ, ഇത്രയും മോശമുള്ളൊരു സാധനത്തെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പോരാത്തതിന് നീ ഇപ്പം അവളെ കമ്പനിയിൽ നിന്ന് ഫയർ ചെയ്യാൻ കൂടി ചെയ്തില്ലേ? അവളെ മര്യാദയ്ക്ക് പുറത്തു പോകാൻ കൂടി സമ്മതിക്കുന്നില്ല. നീ ഇങ്ങനെ ചെയ്യുന്നതും അറിഞ്ഞുകൊണ്ട് അവളെ അമ്മയുടെ മടിയിലേക്ക് ഇട്ടുകൊടുക്കുന്നതും ഒരുപോലെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു നീ ഇതേപ്പറ്റി ഒന്നുകൂടെ ആലോചിക്കണം. ജമാലിന്റെ ഈ ജ്ഞാനോപദേശം വർക്കായി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവന് സാഹിദയുടെ കോള് വരുന്നത്. അവൾ വേഗം യസാറിന്റെ ഫോണിൽ കണ്ട ന്യൂസിന്റെ ലിങ്ക് ജമാൽ അയച്ചു കൊടുക്കുന്നു. കലി തുള്ളി അവൻ നേരെ ചെല്ലുന്നത് മർജാന്റെ അടുത്തേക്ക് തന്നെയാണ്. നീ എന്താ ചെയ്യുന്നേ? നീ പേടിക്കണ്ട, ഇക്കാര്യത്തിൽ ഞാൻ നിനക്ക് നാണക്കേട് ഉണ്ടാക്കില്ല. ബൈ ദ ബൈ, ആ ന്യൂസ് ഏതായാലും വൈറലാണ് കേട്ടോ. ദേ നോക്ക്. അതായത്
ഇവരുടെ സിറ്റി പ്രതീക്ഷയോടെ ഇപ്പം നോക്കുന്ന മെർച്ചൻ്റെ പുതിയ ഹോസ്പിറ്റൽ പ്രൊജക്ടിൻ്റെ ലോഞ്ച് ഓർഗനൈസ് ചെയ്യുന്നത് മറ്റാരുമല്ല നമ്മുടെ ദാനശീലനായ ആദേശ് തന്നെയാണെന്ന് ആൾ ന്യൂസ് വെളിയിലിട്ടു. നീ എന്താ എന്നെപ്പറ്റി വിചാരിച്ചു വെച്ചേക്കുന്നേ? ഒന്ന് പോയടാ, കാണിച്ചു തരഞ്ഞ്. മനസ്സാ വാച കർമ്മണ അറിയാതെ അവനെ പറ്റി വന്ന ഈ ന്യൂസ് കണ്ട് കിളി പോയി നിൽക്കുന്ന ആദേശിനെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ കൂടെയുള്ളത് ആർ ചേനക്കുട്ടി.